രണ്ടിലൊരു ഭാഗം. അപ്പോൾ പിന്നെ കുറച്ച് പപ്പായ ഉണ്ടായിരുന്നു, പിന്നെ റോബസ്റ്റോ പഴം ഉണ്ടായിരുന്നേ. ഇവിടെ ഇങ്ങനെ പച്ചച്ചിങ്ങൻ പഴം എന്നൊക്കെ പറയും. ഇത്രയും സാധനം കൂടി നമ്മൾ അതിനൊന്ന് വൃത്തിയാക്കിയൊക്കെ എടുത്തു, തൊലിയൊക്കെ ചെത്തി മിക്സിക്കകത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ജ്യൂസ് ഇങ്ങനെ ആക്കാറുണ്ട്. അരിഞ്ഞ് ഒക്കെ എടുക്കുവാണ്. നല്ല ചൂടാണ്, ഇവിടെ ഷീറ്റാണ് കേട്ടോ അടുക്കളയിൽ. ഷീറ്റാകുമ്പോഴത്തേക്കും നമ്മൾ നല്ല ചൂടാണ്. ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ നല്ല ചൂടെടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ തോന്നും. നന്നായിട്ട് ഇതെല്ലാം അരിഞ്ഞിട്ട് വിയർക്കുന്നത് മോളെടുത്ത് കാണിച്ചു തരുമോ? നന്നായിട്ട് വിയർക്കുന്നുണ്ട്. മോളാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. കമൻറ്റൊക്കെ ഇടണം, സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കല്ലേ. ഒരു പഴം ഇട്ടോളൂ, 2 എണ്ണമൊക്കെ ഇടാം കേട്ടോ, നല്ലതാണ്. ഞാൻ ഇപ്പോൾ ഒരെണ്ണം ഇട്ടോളായിരുന്നു. 4 പേർക്കും കൂടിയുള്ള ജ്യൂസായിരുന്നു. മധുരമൊന്നും ഇടത്തില്ല കേട്ടോ. ഈ 3 സാധനം ട്രൈ ചെയ്ത് നോക്കണമേ. ട്രൈ ചെയ്ത് നല്ലതാണ്, ഹെൽത്തിയാണ്. കുറച്ച് പാലൊഴിക്കണം. പാലും കൂടി ഒഴിച്ചിട്ട് വേണം എന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ പഞ്ചസാരയൊന്നും ഇടുന്നില്ല. തണ്ണിമത്തൻ്റെയും ഈ പഴത്തിൻ്റെയൊക്കെ തന്നെ മധുരമേ കാണത്തുള്ളൂ. ഷുഗറുണ്ട്, ഷുഗർ ഉണ്ടായതുകൊണ്ട് മധുരമൊന്നും ഉപയോഗിക്കുന്നില്ല. ഇങ്ങനെ ഇവിടെ ആർക്കും അങ്ങനെ മധുരം വേണ്ട, മക്കൾക്കും വേണ്ട, ഇക്കാർക്കും വേണ്ട, ആർക്കും വേണ്ട. അപ്പോൾ ഇത് ജ്യൂസ് വേണ്ട അടിച്ചതിന് ശേഷം ഇങ്ങനെയാണ്. നല്ലതാണ് കേട്ടോ ചൂടത്തൊക്കെ കുടിക്കാൻ. അപ്പോഴത്തേക്ക് നമ്മൾ ബോട്ടിയിലോട്ട് നമ്മൾ അത് കുറച്ചേ ഉള്ളായിരുന്നു. അത് 1 ലിറ്ററിൻ്റെ കുക്കറാണ്. ആ കുക്കറിനകത്തൊരു ശകലേ ഉള്ളൂ. ഒരു ആട്ടിൻ്റെ ആയതുകൊണ്ടേ, ആട്ടിൻ്റെ ബോട്ടി ആയതുകൊണ്ട് ഒരു ഇത്തിരിയേ കിട്ടിയുള്ളൂ. അപ്പോൾ അത് അതിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട്, പിന്നെ കറിവേപ്പില ഇട്ടു. നമ്മൾ സവാളയും തക്കാളിയും പച്ചമുളകും ഇതൊക്കെ ഇടണം. അപ്പം അതൊക്കെ അരിയാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെടുത്ത് വെച്ചിട്ടാണ് പിന്നെ എല്ലാം പെട്ടെന്ന് ഇങ്ങനെ അരിഞ്ഞ് അതിനകത്ത് ഇടുമായിരുന്നു. അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇത് നന്നായിട്ട് വെന്ത് കേട്ടോ. എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം അത് വെന്തതാണ് എടുത്തത് ബോട്ടി. നമ്മൾ പിന്നെ അത് അടുപ്പി വെച്ചിട്ട് അതിനകത്തൊന്ന് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം. അതിനകത്ത് വേറെ പൊടികളൊന്നും ഇട്ടിട്ടില്ല, കാരണം കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമ്മൾ ഒരു സവാള എടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ വഴട്ടും. പിന്നെ നമ്മളതിൽ ഉണക്കമുളക് പൊടിച്ചതൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ ഇപ്പോൾ ഉണക്കമുളക് ഇല്ലായിരുന്നു എൻ്റെ കയ്യിൽ, ഞാൻ ഇട്ടില്ല. നമ്മൾ കപ്പയും ബോട്ടിയും കൂടെ ഉണ്ടാക്കാനാണ് നോക്കുന്നത്. അപ്പോൾ അതിനകത്ത് പൊടിച്ച മുളക് ഇട്ടാൽ നല്ലതാണ്. നിങ്ങളുണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്യണം. പിന്നെ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. അപ്പോൾ ഇത് ബോട്ടി ഇതിനകത്ത് ഒക്കെ നമ്മൾ ഒഴിക്കാൻ വേണ്ടിയാണ്. അതിനകത്ത് പൊടിയൊന്നും ഇട്ടിട്ടില്ലായിരുന്നല്ലോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇത്തിരി ഇട്ടോളൂ കേട്ടോ. മഞ്ഞൾപ്പൊടി ഇടേണ്ട ആവശ്യമില്ലായിരുന്നു തോന്നുന്നുണ്ട്, പെട്ടെന്ന് നിർത്തിയതായിട്ടപ്പോൾ. അതിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ കുറച്ച് മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇടണേ, കുറച്ച് മല്ലിപ്പൊടി ഇത്ര ഇട്ടിട്ട് നമ്മൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആ സവാള ഒന്നും വഴടൊന്നും വേണ്ട കേട്ടോ, വഴട്ടേണ്ട ആവശ്യമില്ല. സവാള ഇങ്ങനെ നമുക്ക് അതിനകത്ത് കടിക്കാൻ കിട്ടുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാൻ പിന്നീട് നമ്മൾ അതിൻ്റെ മേളിൽ സവാള വീട്ടിൽ വെച്ചതുകൊണ്ട്, നമ്മൾ കടയിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ മേളിൽ കുറച്ച് സവാളയൊക്കെ ഇടണം. ഇത് ഇപ്പോൾ ഇങ്ങനെ കടിക്കാൻ കിട്ടാൻ വേണ്ടി ഞാൻ ആ ബോട്ടി ഇത്രയേ ഉള്ളൂ കേട്ടോ. 300 രൂപയുടെ ബോട്ടിയാണ്. എന്നിട്ട് ബോട്ടിയും കുടലും കൂടിയാണ് കേട്ടോ, അതിൻ്റെ കുടലും. നമ്മൾ നന്നായിട്ട് അതിനകത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട്
നന്നായിട്ടൊന്ന് തിളച്ച് കുറച്ചൊന്ന് വറ്റണം. തിളച്ച് ഇച്ചിരി ഒന്ന് വറ്റാൻ വേണ്ടി ഇരിക്കുകയാണ്. ഉപ്പൊക്കെ നോക്കി, ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുക്കണം. നല്ല വെന്തായിരുന്നു കേട്ടോ. വിസിലടിച്ചപ്പോഴേ കുറച്ച് മല്ലിയില കേട്ടോ, മല്ലിയില നിർബന്ധമായിട്ട് ഇടണം. അത് മല്ലിയില ഇട്ടാൽ നല്ലൊരു ഫ്ലേവറാണ്. എനിക്ക് ശരിക്കും നമ്മൾ ഈ പോത്തിൻ്റെ ഇതൊക്കെ പോട്ടി ഉണ്ടല്ലോ, അതാണ് കൂടുതൽ എനിക്ക് ഇഷ്ടം. പക്ഷെ എന്നിട്ട് ഇല്ല, നേരത്തെ പറയണം. ഇവിടെയൊക്കെ കിട്ടുമെങ്കിലേ നേരത്തെ പറഞ്ഞാൽ മാത്രമേ അവരത് എടുത്ത് വെക്കത്തുള്ളൂ. നന്നായിട്ട് പിന്നെ വെന്ത് വറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മളെ ചീനി അവിടെ റെഡി ആയിട്ടുണ്ട്. ചീനിയൊക്കെ ഇവിടെ ചീനി എന്നാട്ടാ പറയുക. കപ്പ ഇതിനകത്ത് വേറൊന്നും ഇട്ടിട്ടില്ല. അതിനകത്ത് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും ഒരു ശകലം മുളക് പൊടി ഇതിട്ട് ഇളക്കിയ ചീനിയാണ്. അപ്പോൾ അത് നമ്മളിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ആർക്കെങ്കിലും ഇത് വേണ്ടാതുണ്ടെങ്കിൽ അല്ലാതെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി ഇതിനകത്തിട്ടു. ഒരു 1.5 കിലോയിൽ കൂടുതലുണ്ടായിരുന്നു കേട്ടോ കപ്പ. അത്രയും വെച്ചിട്ടുണ്ടായിരുന്നു. 2.5 കിലോ ഒക്കെ വാങ്ങിച്ചായിരുന്നു. 1.5 കിലോ കൂടുതൽ എടുത്തു തരാം. കുറച്ച് മാറ്റി വെച്ചു എന്ന് വെച്ചാൽ വെക്കാതെ കുറച്ച് പച്ചയ്ക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം കൂടി എടുക്കാമല്ലോ വെച്ചിട്ട്. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഫുള്ള് തീർന്നു. രാത്രി ആയപ്പോഴത്തേക്ക് എല്ലാം കാലിയായി. 7 മണിയായപ്പോഴത്തേക്ക് എല്ലാം തീർന്നു. നല്ല ടേസ്റ്റായിരുന്നു. നമ്മളിത് ചോറിനകത്ത് ഇങ്ങനെ വെച്ച് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ. ഉച്ചയ്ക്ക് ചോറിനകത്ത് വെച്ചിട്ട് അങ്ങനെ ആക്കിയത്. പിന്നെ ഇത് അല്ലാതെയും കഴിക്കാൻ നല്ലതാണ്. വെറുതെ ഇങ്ങനെ കോരി സ്പൂണൊക്കെ കൊണ്ടിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇതിൻ്റെ പണി കഴിഞ്ഞു. ടേസ്റ്റൊക്കെ നോക്കി ഉള്ളായിരുന്നു. കണ്ടിട്ട് കൊതി വരുന്നല്ലേ. ഇപ്പം കാണുമ്പോൾ എനിക്കും കൊതി വരുന്നുണ്ട്. ഒന്നും കൂടി കഴിക്കണമെന്നൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ഇത് ഇന്നലെ വെച്ചതായിരുന്നു. ഇന്നാണ് വീഡിയോ ഇടുന്നത്. ഫൈനൽ ഇതാണ് ഇങ്ങനെ ഇരിക്കുവാണ്. ഇനി ഇതെന്താണെന്നറിയോ? ഇതാണ് നമ്മുടെ ബീഫ് കറി. അതിനൊന്ന് നല്ല നെയ്യ് ഉണ്ടായിരുന്നു. കുറച്ച് നെയ്യൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ മേളിൽ നിന്ന്. അങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മൾ കൂടുതൽ അങ്ങനെ വഴട്ടിയൊന്നുമില്ലല്ലോ. എന്നിട്ട് നന്നായിട്ടത്